വൈക്കം ജനമൈത്രി പോലീസിന്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ യോദ്ധാവിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടവച്ചൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാലയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് MR ഷൈൻമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റോയ് ജെ മഞ്ഞക്കുന്നേൽ സ്വാഗതവും വൈക്കം ജനമൈത്രി പോലീസ് PRO SI K സുരേഷ് ഉദ്ഘാടനവും നിർവഹിച്ചു. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമയമാണ്. നമുക്കുണ്ടാവേണ്ടത് ഒരു ലക്ഷ്യബോധം. ഈ സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടും. അപ്പം നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാവണം, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ജനമൈത്രി സമിതി അംഗങ്ങളായ K ശിവപ്രസാദ്, P സോമൻപിള്ള, സ്കൂൾ ഹെഡ് മിസ്ട്രസ് MK ഗീത തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ നന്നാക്കിയേ അടങ്ങൂ എന്നുള്ളൊരു വാശിയല്ല ഞങ്ങൾക്ക്, നിങ്ങളെ നന്നാകണം എന്നുള്ള ആഗ്രഹമാണ്. ഇന്നത്തെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് ഒരു ലോകമഹായുദ്ധത്തെക്കാൾ ആപത്തുമാണ് ഇന്ന് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കൾ. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് K കണ്ണദാസൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. നിങ്ങളുടെ ചിന്ത എളുപ്പമല്ല. കുട്ടികൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂട്ടുകാരെ ഫോൺ ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച കൂട്ടുകാരുടെ കൂടെ കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം എന്നൊക്കെ ചിന്തകളാണ് നിങ്ങൾക്ക്, അല്ലേ? എന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഇവിടെ, നിങ്ങൾ ഫിസിക്കലി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിങ്ങനെ കറങ്ങി നടക്കുക. അത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. നിലവിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും ഉപഭോഗത്തിനും പ്രേരിപ്പിക്കുന്നതിന് സാമൂഹ്യ വിരുദ്ധർ നടത്തുന്ന ശ്രമങ്ങളെയും അത് വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിനും ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ജനമൈത്രി സമിതി കോർഡിനേറ്റർ PM സന്തോഷ് കുമാർ, സമിതി അംഗങ്ങളായ MO വർഗീസ്, ജീസ് പോൾ, ജബ്ബാർ ഒമാൻജറ്റ്, PD സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിലെ സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ബിന്ദു K രാജ് ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.